പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ എൻഡിഎയെ സമീപിക്കാൻ തുടങ്ങിയത് മാറ്റത്തിന്റെ സൂചനയാണെന്ന് പാലക്കാട് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഇടതുമുന്നണിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണ് പി സരിനെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത് ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലെന്ന് കോൺഗ്രസിന്റെ പ്രചാരണം കണ്ടാൽ മനസ്സിലാകുമെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ ഇപ്പോൾ പ്രചാരണമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്? എന്ത് തോന്നുന്നു? ജനങ്ങൾ അവരുടെ പാലക്കാടത്തെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻഡിഎ സമീപിക്കുക. അവർക്ക് വലിയ പ്രതീക്ഷയാണ്. എൻഡിഎ വന്നാൽ മാത്രമേ എൻഡിഎയുടെ ഒരു ജനപ്രതിനിധി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാലേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ളത്. അവർക്ക് പ്രതീക്ഷ ഇപ്പോൾ എൻഡിഎയിലാണ്. ഇപ്പോൾ ഞാൻ ഈ കോളനിയിൽ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള അവർ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നം സംബന്ധിച്ചിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. പാലക്കാട്ടുകാർക്കൊരു വിശ്വാസമുണ്ട്, എൻഡിഎയുടെ ഒരു ജനപ്രതിനിധി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടും. ആ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുള്ളത്. രണ്ട് മുന്നണികളും ഇവിടെ പരാജയമാണ്. കാരണം ഇവിടെ എം.പി. രാജേഷ് 10 വർഷം MP ആയിരുന്ന ആളാണ്. പാലക്കാട് ജില്ലാ ആസ്ഥാനമായിട്ടുള്ള നഗരത്തിന് ഒരു വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ 13 വർഷമായിട്ട് പാലക്കാടിൻ്റെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വികസനവും അദ്ദേഹം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന വികസനത്തിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ നേരിൽ കണ്ടത്. ഇത്തരത്തിലാണ് മെഡിക്കൽ കോളേജ് ആയാലും, മോയൻ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ ആയാലും, ടൗൺ ഹാളിൻ്റെ നവീകരണമായാലും എല്ലാം പാതി വഴിയില്ല. ഇതാണ് പാലക്കാട്ടുകാർ അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ മുന്നണിക്കകത്ത് അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെതെന്ന് പറയുന്ന ഒരു ആത്മകഥയുടെ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇ.പി. ജയരാജൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പല സമയത്തും പാർട്ടി തൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ സരിനെ ഇങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ പാടില്ലായിരുന്നു തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അല്ല, സരിൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, സരിനെ ഉൾക്കൊള്ളാൻ CPM-ൻ്റെ സാധാരണ പ്രവർത്തകർക്ക് കഴിയില്ല, പ്രാദേശികമായിട്ടുള്ള ആളുകൾ കഴിയില്ല. കാരണം രാത്രി 12 മണി വരെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും CPM-നെതിരായിട്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ സ്തുതിപാഠകരായിട്ട് മാറിയാൽ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. CPM-ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. CPM-ൻ്റെ അടിത്തറ ഇളകുന്ന ഒരു നടപടിയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി സ്വീകരിച്ചിട്ടുള്ളത്. ഇ.പി. ജയരാജൻ പറഞ്ഞത് CPM-ൻ്റെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ്. അദ്ദേഹം പറഞ്ഞ് 100% കറക്റ്റാണ്. ഈ തുടക്കത്തിൽ കോൺഗ്രസിലായിരുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചു. ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു, വിഭാഗീയത രൂക്ഷമായി. അതിപ്പോൾ CPM-ലേക്കും എത്തി നിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് എത്തിയതില്ല. രണ്ട് മുന്നണികളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അസ്വാരസ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ DCC നേതൃത്വവും കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരെ അംഗീകരിക്കുന്നില്ല. സ്പോൺസേഡ് സ്ഥാനാർത്ഥിയായിട്ടാണ് അവരിപ്പോഴും കാണുന്നത്. നിങ്ങൾ അവരുടെ പ്രവർത്തകരുടെ കൂടെയുള്ള പ്രവർത്തകരെ നോക്കും, പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരില്ല, നിഷ്ക്രിയമാണ് അവർ. അത് CPM-നകത്ത് ഇതേ പ്രശ്നമാണ്. CPM-ൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ സരിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ രണ്ട് ഘടകങ്ങളും BJP-യുടെ വിജയപ്രതീക്ഷ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇനി നോക്കേണ്ടത്. അതായത് ജനകീയ പ്രശ്നങ്ങൾ ഈ ഇരു മുന്നണികളും ഇടപെടുന്നില്ല എന്നുള്ളതൊന്ന്, മറ്റൊന്ന് ഇവർക്കിടയിലെ വിഭാഗീയത. ജനകീയ വിഷയങ്ങളും പാലക്കാടിൻ്റെ വികസന പ്രശ്നങ്ങളും ഇവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പാലക്കാടുകാരുടെ മുമ്പിൽ വലിയ തെളിവാണ്. BJP ഭരിക്കുന്ന നഗരസഭ, ആ നഗരസഭയിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു, അമൃത് പദ്ധതി വന്നു, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്, മോദി സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ. ഒപ്പം രണ്ട് മുന്നണികളുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ. ഇതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയപ്രതീക്ഷ. ഇനിയിപ്പോൾ എങ്ങോട്ടാ യാത്ര? ഇന്നത്തെ ഷെഡ്യൂൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ 1ാം തേരാണ്. BJP-യെ സംബന്ധിച്ചോളം ഇന്ന് യഥാർത്ഥത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ട ദിനമായിരുന്നു. ആ വോട്ടെടുപ്പ് ഇന്ന് മാറ്റിയത് ഞങ്ങളുടെ ഇടപെടൽ മൂലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതെ, എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സി കൃഷ്ണകുമാർ ഉള്ളത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. പാലക്കാട് നിന്ന് ക്യാമറമാൻ സനലിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം.